പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജാൻസി ജെറിയെ വിവാഹം കഴിച്ചിട്ട് 8 വർഷമായി. ജെറിക്ക് ഒരു പരസ്ത്രീ ബന്ധമുണ്ട്. അവളുടെ ജീവിതം താറുമാറാവാൻ തുടങ്ങി. പ്രശ്നം വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തി. അവസാനം ജാൻസി കൗൺസിലറെ സമീപിച്ചു. കൗൺസിലർ അവൾക്ക് 6 ഉപദേശങ്ങൾ നൽകി. 1. പ്രശ്നം ദൈവത്തിന് സമർപ്പിക്കുകയും പ്രശ്നം പരിഹരിച്ചു എന്ന് വിശ്വസിച്ച് ദിവസവും രാവിലെ 10 മിനിറ്റ് സമയം ധ്യാനിക്കുകയും ചെയ്യുക. 2. അയാൾക്ക് ഇഷ്ടപ്പെട്ട വേഷത്തിൽ അങ്ങേയറ്റം ആകർഷകമായി നിൽക്കുക. അങ്ങേയറ്റം ശുചിത്വം പാലിക്കുക. 3. ഇഷ്ടഭക്ഷണം ശ്രദ്ധയോടെ വിളമ്പിക്കൊടുക്കുക. 4. ആത്മാർത്ഥമായി അഭിനന്ദിക്കുക. 5. ഭർത്താവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുക, ഒരുമിച്ച് പ്രവർത്തിക്കുക. 6. നന്ദി പ്രകടിപ്പിക്കുക. 3 മാസം കൊണ്ട് അവളിലുണ്ടായ ആന്തരികമായ മാറ്റം ജെറിയെ സ്വാധീനിക്കാൻ തുടങ്ങി. സ്വന്തം ഭാര്യ ആരെക്കാളും സുന്ദരിയാണെന്ന് ജെറിക്ക് തോന്നിത്തുടങ്ങി. ശിഥിലമാകാൻ പോയ ആ കുടുംബം താളാത്മകമായി, കൂടുതൽ നന്മകളുടെ വിളനിലമായി മാറി. സ്നേഹം കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് പങ്കാളിയിൽ മോശമായ പെരുമാറ്റവും പ്രവൃത്തിയും പ്രകടമാകുന്നത്. ആശയവിനിമയം ശക്തമാകുമ്പോൾ, ദമ്പതികൾ ഒരുമിച്ച് ആയിരിക്കാൻ കൂടുതൽ സമയം ലഭിക്കുമ്പോൾ സ്നേഹബന്ധം കൂടുതൽ ശക്തി പ്രാപിക്കും. അപ്പോഴേ ആസ്വാദ്യകരമായ ബന്ധം സാധ്യമാകൂ. പരസ്പര സ്നേഹത്തിൻ്റെ ആഴത്തിലുള്ള നിമിഷങ്ങളിൽ ഉണ്ടാകുന്ന കുട്ടികൾ കരുത്തരായിരിക്കും. വെറുപ്പോടെയുള്ള ബന്ധങ്ങളിലുണ്ടാകുന്ന കുട്ടികൾ അംഗവൈകല്യമോ ബുദ്ധിക്കുറവ് ഉള്ളവരോ ഒക്കെയാകാം എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. താൻ പറയുന്ന കാര്യം കേൾക്കുന്നില്ല, തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് പല ഭാര്യമാരുടെയും പരാതി. ഈ ശ്രദ്ധയും പരിഗണനയും അഭിനന്ദനവും ഭാര്യയ്ക്ക് വിലമതിക്കാനാകാത്തതാണ് എന്ന് പലർക്കും അറിയില്ല. കാര്യങ്ങൾ ഭർത്താവുമായി ചർച്ച ചെയ്യുക, ഉപദേശം തേടുക, ഭർത്താവിനെ ഒരിക്കലും വിമർശിക്കാതിരിക്കുക, അഭിനന്ദിക്കുക, നന്ദി പ്രകടിപ്പിക്കുക, സ്നേഹപൂർവം തിരുത്തുക, ഇവയൊന്നും നിസ്സാരമായി കാണാതിരിക്കുക. കൊടുത്ത സ്നേഹത്തിൻ്റെ 100 മടങ്ങ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇവ വിസ്മയിപ്പിക്കുന്ന ശക്തിയുള്ള മന്ത്രങ്ങളാണ്. ഭാര്യയെ ശ്രവിക്കുക എന്നുവെച്ചാൽ ഭാര്യയെ അംഗീകരിക്കുകയാണ്. തന്നെ കേൾക്കാനും മനസ്സിലാക്കാനും അംഗീകരിക്കാനും ഒരാൾ ഉണ്ടായെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും മക്കളെയും കേൾക്കാൻ പഠിക്കണം. കേൾക്കുന്ന കാര്യങ്ങളിൽ ചെറിയ കാര്യം വലിയ കാര്യം എന്ന് വേർതിരിക്കരുത്. എല്ലാം പ്രധാനമാണ് എന്ന വീക്ഷണമാണ് ഉണ്ടാകേണ്ടത്. ഇവൾക്ക് എന്തറിയാം എന്ന നിലപാട് ഒഴിവാക്കണം. നിങ്ങൾ കേൾക്കാതിരിക്കുമ്പോൾ പങ്കാളിയും മക്കളും നിങ്ങളുടെ ഇഷ്ടങ്ങളും സാധിച്ചു തരാതെയാകും എന്നത് പ്രകൃതി സത്യമാണ്. കുടുംബത്തിൽ ആരുടെയും കുറ്റം പറച്ചിൽ പ്രോത്സാഹിപ്പിക്കരുത്. അങ്ങനെ ചെയ്താൽ കൂടുതൽ നെഗറ്റീവായ കാര്യങ്ങളെ കുടുംബത്തിലേക്ക് ആകർഷിക്കുകയാണ്. സത്യസന്ധത, ആത്മാർത്ഥത, പരിശുദ്ധി ഇവയുള്ള ദമ്പതിമാരെ ആർക്കും തകർക്കാൻ കഴിയില്ല. കുടുംബത്തിലെ പ്രതിസന്ധികളെ സധൈര്യം ഒരുമിച്ച് നേരിടുക. ഉണ്ണി കിണറ്റിൽ വീണു, ഇല്ലത്തിന് തീപിടിച്ചു, അന്തർജനത്തിന് പ്രസവവേദന, ഞാനൊന്നു മുറുക്കട്ടെ എന്ന പഴമൊഴി ഓർക്കുക. സധൈര്യം എന്തിനേയും നേരിടുക എന്നർത്ഥം. സ്നേഹമാണ് സുരക്ഷിതത്വ ബോധം നൽകുന്നത്. സ്നേഹവും പരസ്പര വിശ്വാസവുമാണ് കുടുംബം എന്ന സംവിധാനത്തെ മുന്നോട്ട് നയിക്കുന്നത്. സന്തോഷത്തിലും ദുഃഖത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും രോഗത്തിലും
ഞാൻ കൂടെയുണ്ട് എന്ന ആഴമായ സ്നേഹമുള്ള പങ്കാളിക്ക് പകരം വെക്കാൻ ലോകത്തിൽ മറ്റെന്തുണ്ട്? സ്നേഹത്തിന്റെ പരസ്പര മത്സരമാണ് ദാമ്പത്യത്തെ സുന്ദരമാക്കുന്നത്. ബാഹ്യ സൗന്ദര്യത്തെക്കാൾ പ്രധാനം ആന്തരികമായ സൗന്ദര്യമാണ്. സ്നേഹമുള്ളവർ സുന്ദരന്മാരാണ്, സുന്ദരികളുമാണ്. കാലിഫോർണിയ സർവകലാശാലയിൽ നടത്തിയ ഒരു പഠനം വ്യക്തമാക്കുന്നത് ഭാര്യമാരുടെ സ്നേഹം ലഭിക്കുന്ന ഭർത്താക്കന്മാർക്ക് ഹൃദ്രോഗ സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറവാണ് എന്നും. അത് തിരിച്ചും അങ്ങനെ തന്നെ. ആരോഗ്യത്തിനും ദീർഘായുസ്സിനും സ്നേഹം ഒരു പ്രധാന ഘടകമാണെന്ന് ഗവേഷകർ സ്ഥിരീകരിക്കുന്നു. ആശ്ലേഷം ആത്മവിശ്വാസത്തെ ഉയർത്തും, സംഘർഷം കുറയ്ക്കും, തലച്ചോറിനെ ഉത്തേജിപ്പിക്കും, ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും കൂട്ടും. കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് ധാരാളം ആശ്ലേഷങ്ങൾ ആവശ്യമാണ്. ഒരു വ്യക്തിക്ക് ദിവസവും 10 ആശ്ലേഷം ലഭിക്കുമെങ്കിൽ മിക്കവാറും അയാൾക്ക് രോഗങ്ങൾ വരില്ല. രോഗപ്രതിരോധ ശേഷിയും ഭാഷാപരമായ ശേഷിയും കൂടുതലായിരിക്കും. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നന്ദി.